ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ ഹിക്കമിൽ നിന്ന് 60-ാമത്തെ ഹിക്കമത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ ഓരോ അധ്യായങ്ങളാണ്, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ് നടക്കുന്നത്. സത്യത്തിൽ ഇപ്പം ഹിക്കമ് കിതാബ് എടുത്ത് നോക്കിയാൽ നമ്മൾ അതായത് ഖുർആൻ പോലെ തന്നെയാണ്, ഖുർആനോട് അടുത്തിട്ടുണ്ട് ഹിക്കമ് എന്നാണ് മഹാന്മാർ പറയുന്നത്. ചില മഹാന്മാരൊക്കെ പറയുന്നത് എന്താണ്, പരിശുദ്ധ നിസ്കാരത്തിലെ നൃത്തത്തിൽ ഖിറാഅത്തല്ലാത്ത വേറെന്തും, കാരണം സൂറത്തല്ലാതെ അനുവദിച്ചിട്ടുള്ളൂ, ഖിറാഅത്തല്ലാത്ത വേറെന്തെങ്കിലും നിങ്ങൾക്ക് ഓതാം എന്ന് അല്ലാഹു തആല അനുവദിച്ചിട്ട് ഞങ്ങൾ ഹിക്കം അവിടെ പറയാനാണ് ഞങ്ങൾ പ്രിഫറൻസ് ചെയ്യാന്ന് പറഞ്ഞത്. ഹിക്കമിൻ്റെ വരികളവിടെ ഉദ്ധരിക്കാനാണ് ഞങ്ങൾ പറയാമെന്നാണ് പറയുക മഹാന്മാർ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓരോ എന്തോ പോകുമെന്ന്, പക്ഷെ അതല്ല, ഓരോന്നും ഓരോ അധ്യായങ്ങളിലേക്ക് കറക്റ്റ് പോകുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനിയൊരു പുതിയ അധ്യായത്തിൽ ഇപ്പോൾ ഏകദേശം ഹിക്കമിൻ്റെ 4/1 കഴിഞ്ഞ്, ഇനി എത്ര ഉണ്ട്? ഹിക്കമിൻ്റെ 4/3 എന്തുണ്ട്, ബാക്കിയുണ്ട്. അപ്പം നമ്മൾ 4/1 കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞത് മൊത്തം ഈ ലാസ്റ്റ് അധ്യായത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? ഹൃദയത്തിൻ്റെ ചികിത്സകളെക്കുറിച്ചാണ്. എങ്ങനെയൊക്കെയാണ് ഹൃദയത്തിന് മരണം സംഭവിക്കുന്നത്, അല്ലേ? ഹൃദയം മരിച്ചാലുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്. ഹൃദയത്തിന് രോഗങ്ങൾ വരും, ആ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ആ രോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാം, അങ്ങനെ ചികിത്സിക്കുന്നവയെ ഹൃദയത്തിലേക്ക് വെക്കുന്ന ആത്മീയമായ വെളിച്ചങ്ങൾ ഏത് രീതിയിലാണ്, ആ വെളിച്ചങ്ങൾ വഴി അള്ളാഹുവിൻ്റെ അടിമ എങ്ങനെ വളരുന്നുണ്ട്, അങ്ങനെ വളർന്ന് അവസാനം അള്ളാഹുവിൻ്റെ ദർശനത്തിലേക്ക് മാത്രം അടിമ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്താണ്, അതല്ലാത്ത മറ്റുള്ള എല്ലാത്തിൽ നിന്നും അടിമ മാറി നിൽക്കുമ്പോഴുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അതിലാണ് അടിമയുടെ എന്തുള്ളത്. ഇപ്പോൾ വാത്സല്യങ്ങളിലേക്ക് എത്തിച്ച് ലാസ്റ്റ് വാത്സല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലേക്ക് നോക്കൂല. അപ്പം പിന്നെ കർമ്മത്തിലേക്ക് തീരെ അവരെന്ത് ചെയ്യില്ല, നോക്കൂല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അടിമ എത്തും. അതിലാണ് അടിമക്കുള്ള ഏത് ഇസ്സത്തും അള്ളാഹുവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമ എത്തുമ്പോഴാണ് അടിമക്ക് എന്തുണ്ടാവുക, ഇസ്സത്ത് ഉണ്ടാവുക, ശ്രേഷ്ഠത ഉണ്ടാവുക. അള്ളാഹു എന്നുള്ള ഫോക്കസിൽ നിന്ന് അടിമ അവനോടൊക്കെ വ്യതിചലിക്കുമ്പോൾ അടിമക്ക് എന്താ ഉണ്ടാവുക, നിന്ദത ഉണ്ടാവുക, അല്ലേ? അള്ളാഹുവിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അടിമക്ക് എന്തുണ്ടാവുക, ഇസ്സത്ത് ഉണ്ടാവുക. ലാസ്റ്റ് അള്ളാഹുവിൻ്റെ അടിമ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ മാതിരി നമ്മൾ ഹൃദയത്തിൽ ട്രീറ്റ് ചെയ്ത് ചികിത്സകളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൽ ഫോക്കസ് ചെയ്യുന്നവർ മാത്രമായി മാറും. അപ്പോൾ നമുക്കെന്തുണ്ടാവും, പരിപൂർണമായ ഒരു ഇസ്സത്തുള്ള അവസ്ഥ നമുക്കുണ്ടാവും. നമുക്കൊരാളെയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒരാളിൽ നിന്നൊന്നും കിട്ടാനുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ടാവില്ല, നമുക്കുണ്ടാവില്ല. നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് സമ്പുഷ്ടരായിരിക്കും, അള്ളാഹുവിനെ കൊണ്ട് നമ്മൾക്ക് ഇസ്സത്ത് നേടിയവരായിരിക്കും. വേറെ ആളിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് അടിമയുടെ പരിപൂർണമായ ഇസ്സത്ത് ഉണ്ടാവുക. നേരെ മറിച്ച് അതിൻ്റെ നേരെ വിപരീതം എന്താണ്? അതിൻ്റെ നേരെ വിപരീതം എന്താണ്? അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സൃഷ്ടികളിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ് അതിൻ്റെ നേരെ വിപരീതം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് നിന്ദ്യതയുടെ എല്ലാ അധ്യായങ്ങളും നമ്മളിലേക്ക് എന്ത് ചെയ്യും, തുറക്കപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നിന്ദ്യത വരൽ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ അധ്യായമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നിന്ദ്യത വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നിന്ദ്യതകൾ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചാണ് ഇനിയുള്ള അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അധ്യായമായി തുടങ്ങുന്നത് പോലെയാണ്. അപ്പോൾ സംഗതി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഖുറാൻ്റെ ആയത്ത് ഒരായത്ത് അടുത്ത ആയത്ത് ഇങ്ങനെ പറയുമ്പോൾ ഓരോ ആയത്തോടും ശരിക്കും എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. 59, 60, 61 ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ അധ്യായങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ട്. അപ്പോൾ 60-ാമത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിമക്ക് ഇസ്സത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു അടിമക്ക് നിന്ദ്യത വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നാലാണ് നമുക്ക് എന്തുണ്ടാവുക, നിന്ദ്യതയിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് കഴിയുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തുടങ്ങുകയാണ്. അതാണ് 60-ാമത്തെ ഹിക്മത്ത്. നോക്കുക, അത് വായിച്ചു നോക്കൂ. മാ ബസഖത്ത് ഔസാനു ദുല്ലിൻ ഇല്ല അല ബദറി തൊമഴിൻ എന്നാണ്. അതാണ് ഹിക്മത്ത്.
ബസക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നീളുക എന്നർത്ഥം. ബസക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നീള എന്നാണ്. നീള. പരിശുദ്ധ ഖുർആനിലുണ്ട് വൻ നഖ്ലി ബാസിഖാത്തിൻ. സൂറത്തുൽ ഖാഫില 10-ാമത്തെ ആയത്തുണ്ട്. നീളം കൂടിയ നഖ്ല് പറഞ്ഞാൽ എന്താണ്? ഈത്തപ്പന മരങ്ങൾ അല്ലേ, നഖ്ല് എന്ന് പറയും. അപ്പോൾ ബസക്കാരൻ എന്താണ്? നീളുക എന്നാണ്. അഹ്സാന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസന് എന്നതിൻ്റെ ഏതാണ്? അഹ്സാന് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്സാൻ എന്ന് പറഞ്ഞാൽ ചില്ലകൾ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, അതായത് പിന്നെ ശാഖകളുണ്ടല്ലോ. ഒസന് പറഞ്ഞാൽ എന്താണ്? ചില്ലകൾ, ശാഖകൾ എന്നുള്ള അർത്ഥം. മരം എന്ന് വേണമെങ്കിൽ വെക്കാം. അപ്പം മാ ബസക്കത്ത്, ബസക്ക പറഞ്ഞാൽ നീളുക എന്നാണ്. മാ ബസക്കത്ത് പറഞ്ഞാൽ എന്താണ്? നീളുന്നില്ല. അഹ്സാന് ലുല്ലിൻ, ലുല്ല് പറഞ്ഞാൽ നിന്ദതയാണ്. നിന്ദതയുടെ വൃക്ഷം ഉയരുന്നില്ല. അങ്ങനെ ചോളൂ. നിന്ദതയുടെ ഒരു ആലങ്കാരികമായ പ്രയോഗമായിട്ട് കണ്ടാൽ മതി. നിന്ദത ഒരു വൃക്ഷമാണെങ്കിൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിന്ദതയുടെ വൃക്ഷം പടർന്ന് പന്തലിക്കുന്നില്ല. ഇല്ല അല ബദരി തൊമഴ് എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ അല്ലാതെ. അപ്പം തൊമഴ് എന്ന് ബദറിൻ്റെ വിത്തിനും പറയാം. ഒരു മരത്തിൻ്റെ കുത്തിയിരുന്ന സാധനമാണ് ഏത് ബദർ എന്ന് പറഞ്ഞാൽ. ദാലാണ് കേട്ടോ, ദാലല്ല. പുള്ളി മാറിയാൽ എന്തായി? അർത്ഥം മാറി. മറ്റേ ബദറാവും. ഇതേതാണ്? ബദറാണ്. ബദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബദർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം മുളക്കാൻ ആവശ്യമാവുന്ന ബേസിക് എന്താണോ അത്. ചിലപ്പോൾ വിത്താകാം, ചിലപ്പോൾ മരത്തിൻ്റെ ഏതാകാം, കമ്പാകാം, എന്തുമാകാം. അപ്പം നിന്ദത എന്ന് പറയുന്ന നിന്ദത എന്ന് പറയുന്ന ഒരു വൃക്ഷം പടർന്ന് പന്തലിക്കുന്നത് തൊമഴ് എന്ന് പറയുന്ന വിത്ത് അവിടെ കുത്തുന്നതുകൊണ്ടാണ്. തൊമഴ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊമഴ് എന്ന് പറഞ്ഞാൽ മാന്മാർ പറയുന്നത് എന്താണ്? അത്തമഴ് താലൂഖുൽ ഖൽബി ബിമ ഐഫി ഐദിൽ ഖൽക്കി തഷൗഫുൽ ഖൽബി ഇലാ ഗൈരി റബ്ബി. അതാണ് തൊമഴ് എന്നാണ്. അതിന് മലയാളത്തെ ഒറ്റവാക്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. തൊമഴ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ കണക്ഷനാണ്. എന്തിന്? ജനങ്ങളുടെ കൈകളിലേക്കുള്ള മനസ്സിൻ്റെ അട്രാക്ഷനാണ് ഏത് പറയുക? തൊമഴ് എന്ന് പറയും. ആളുകളുടെ കയ്യിലുള്ളതിലേക്ക് മനസ്സിൻ്റെ ആകർഷണം, അള്ളാഹു അല്ലാത്തതിലേക്ക് മനസ്സിൻ്റെ പാടി നോക്കൽ, ഇതിനാണ് ഏത് പറയാം? തൊമഴ് എന്ന് പറയാം. അപ്പോൾ അള്ളാഹു അല്ലാത്തതിലേക്ക് മനുഷ്യൻ എത്തി നോക്കുന്ന ഏത് മേഖലയുണ്ടോ അപ്പോൾ തൊമഴ് എന്ന വിത്ത് അവിടെ അയാൾ പാകി വെച്ചു. അപ്പോൾ ആ വിത്ത് പടർന്ന് പന്തലിച്ച് നിന്ദത എന്ന മരം അയാൾ എന്ത് ചെയ്യും? അയാൾ നട്ടുണ്ടാക്കും. അപ്പം മനുഷ്യന് നിന്ദത സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യന് ഏതുണ്ടായതുകൊണ്ടാണ്? തൊമഴ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായതുകൊണ്ടാണ്. അപ്പം എവിടെ തൊമഴ് പാകിയാൽ അവിടെ എന്തുണ്ടാവും? നിന്ദത ഉണ്ടാവും. തൊമഴ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരിലേക്ക് നമ്മളെ മനസ്സിനെന്ത് ചെയ്യുക? ആകർഷിക്കുക. അയാളെ കൈകളിലുള്ളവരിലേക്ക് നമ്മളെ മനസ്സെന്ത് ആഗ്രഹിക്കുക. നമുക്കൊരു വിഷയം വന്നാൽ, നമ്മൾക്കൊരു പ്രതിസന്ധി വന്നാലോ, ഒരു വിഷയം വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് വേഗം കണ്ടെത്തുന്നത് ചില ആളുകളെയാണ്. അപ്പോൾ നമ്മളെ മനസ്സ് അയാളെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ മനസ്സ് ഉടനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതിസന്ധി എന്നല്ല ഏത് സമയത്താവട്ടെ, നമ്മളെ മനസ്സ് അള്ളാഹുമായിട്ടാണ് ഫുള്ള് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇസ്സത്തുള്ളവരാണ്. നേരെ മറിച്ച് നമുക്ക് ഒരു എന്ത് വിഷയത്തിലും നമ്മൾ അള്ളാഹു അല്ലാത്തവരിലേക്കാണ് നമ്മളെ മനസ്സ് പോകുന്നത് എങ്കിൽ നമ്മൾ ആരാണ്? തൊമഴിൻ്റെ ആളുകളാണ്. അപ്പം എനിക്കൊരു വിഷയം വന്നാൽ, എനിക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണ്? എനിക്കൊരു വിഷയം വന്നാൽ ഞാൻ അപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ മറ്റാളുണ്ട്, ഇയാളുണ്ട്, അവിടെ ഉണ്ട്, മറ്റുണ്ട്, ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. നേരെ മറിച്ച് എനിക്കൊരു വിഷയം വന്നാൽ അതൊക്കെ എൻ്റെ റബ്ബുണ്ട്, റബ്ബിലേക്ക് ഞാൻ ആദ്യം പറയുന്നു. ഇതൊക്കെ ഈ പ്രശ്നം തന്ന റബ്ബിനെ പരിഹരിക്കാനും എന്ത് ചെയ്യും? കഴിയും എന്ന് ഞാൻ ആദ്യം എൻ്റെ റബ്ബിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ തോമയല്ല. മറിച്ച് എനിക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ കുറേ ലിസ്റ്റുകളാണ്, ആളുകളാണ്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലെ ചില സൗകര്യങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മളാരാണ്? നമ്മളടുത്ത് പണം ഉണ്ടെങ്കിൽ പോലും ആ പണത്തിലേക്ക് നമ്മൾ എന്തുണ്ടാകാൻ പാടില്ല? നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം അതിൻ്റെ ഉപയോഗശൂന്യതയൊക്കെ നൽകുന്നവൻ ആരാണ്? അള്ളാഹു ആണ്.
അപ്പോൾ അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്ക് നിൻ്റെ മനസ്സ് എവിടെ എപ്പോഴോ പോകുന്നോ അവിടെ നിനക്ക് നിന്യത എന്നുള്ള ഒരു വൃക്ഷത്തെ നിൻ്റെ ഹൃദയത്തിൽ നട്ടിട്ട് തോന്നാം. അതുകൊണ്ട് ഒരാൾ അള്ളാഹു അല്ലാത്തതിനോട് നമ്മൾ ആരെ സമീപിക്കുമ്പോഴും നമുക്ക് നിന്യതയുണ്ട്. ഒരാളോട് പോയി നമ്മൾ കുറേ വിഷയങ്ങൾ പറയും, അയാൾ കുറേ സങ്കടങ്ങൾ പറയും, അയാൾ കുറേ കേട്ടിട്ട് ലാസ്റ്റ് ഒന്നിക്ക് എന്തെങ്കിലുമൊക്കെ തരും, അല്ലെങ്കിൽ അയാൾ ഇല്ല എന്ന് പറയും. എന്തായാലും നമുക്കെന്താണ് നമ്മളെ അഭിമാനം വേറെ ആകുമ്പോൾ എന്ത് ചെയ്യണം? എന്തിനാണ് നമ്മൾ പണയം വെക്കണത്? നമുക്കിവിടെ എല്ലാം സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവൻ ആരുണ്ട്? അള്ളാഹുണ്ട്. മാനാ സുബൈർ റളിയല്ലാഹു മകനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, സുബൈറിൻ്റെ മൗല എൻ്റെ കാര്യം സാധിച്ചുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടെയും പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ആരാ ചോദിച്ചു സുബൈറിൻ്റെ മൗലാന്ന്? ആരാ വാപ്പ നിങ്ങളെ നിങ്ങളെ രക്ഷിതാവ് ആരാന്ന് വെച്ചപ്പോൾ എൻ്റെ രക്ഷിതാവ് അതാണ്. അപ്പോൾ എനിക്ക് ഇനി വല്ല പറയാൻ പറ്റി ഇന്ന പേര് പറയണം എന്ത് ചെയ്തോ? ആരോട് പറഞ്ഞോ? പടച്ചവരോട് പറഞ്ഞോ എന്നാ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുണ്ട് കേട്ടോ, അവർ അവരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ദുആ ചെയ്യാൻ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഇസ്സത്താണ്. നമ്മളാ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? അവരെ അല്ല, ആരെയാണ്? അള്ളാഹുവിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പരിഹാരം മനസ്സിൽ താലോലിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ദിതരാണ്. നിന്ദിത എന്നുള്ള വൃക്ഷം നമ്മളിലുണ്ട്. നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് സമ്പുഷ്ടരായിരിക്കണം. മാന അബുൽ അബ്ബാസ് മർസി റളിയല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹി മാ റഅയ്തുൽ ഇസ്സ ഇല്ലാ ഫി റഫ്ഇൽ ഹിമ്മത്തി അനിൽ ഖൽഖി. അള്ളാഹുവാണ് സത്യം. ഞാൻ ഇസ്സത്തിനെ കാണുന്നതൊക്കെ എപ്പോഴാണ്? സൃഷ്ടികളിൽ നിന്ന് എൻ്റെ കാര്യം സാധിക്കണമെന്ന് മനസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യുമ്പോഴാണ്. എൻ്റെ എന്ത് പ്രശ്നങ്ങളും സൃഷ്ടികളിലേക്ക് എൻ്റെ മനസ്സ് ഒഴിവാകുന്ന എപ്പോഴാണോ അപ്പോൾ ഞാൻ ആരാണ്? ഇസ്സത്തുള്ളവനാണ്. ഒരാൾ അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യത്തെ അടിച്ചാൽ ഇസ്തഗ്ഫിറുല്ല, അള്ളാഹു തആല അയാൾ എന്ത് ചെയ്യും? ഐശ്വര്യവാനാക്കുന്നതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടിൻ്റെ പരിഹരിക്കാൻ എൻ്റെ റബ്ബൻ്റെ മതി എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചാൽ അള്ളാഹു തന്നെ നിന്നെ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റുന്നവനാക്കുന്നതാണ്. അപ്പോൾ ഒരാൾ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബുദ്ധിമുട്ട് ആരും അറിയിക്കാതെ എൻ്റെ റബ്ബിനെ മാത്രം അറിയിച്ചാൽ ബുദ്ധിമുട്ടില്ലാത്തവനാക്കി മാറ്റിത്തരേണ്ട ബാധ്യത ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. പറഞ്ഞാൽ അള്ളാഹു തന്നെ ചെയ്യും എന്നർത്ഥം. അത് അള്ളാഹു തന്നെ നിർബന്ധ ബാധ്യത പോലെ ഏറ്റെടുത്തണം നമുക്ക് വേണ്ടി, നമ്മളെ സമാധാനത്തിന് വേണ്ടി. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പം നിനക്ക് എന്ത് വിഷയം വരുന്നുണ്ടോ അവിടെ നീ സൃഷ്ടികളിലേക്ക് നിൻ്റെ മനസ്സ് ആശ്രയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ത്വമഅ എന്ന് പറയുന്ന സൃഷ്ടികൾക്ക് ആഗ്രഹിക്കുക എന്നുള്ള രോഗം നിന്നെ ബാധിച്ചിട്ടുണ്ട്. ആ രോഗം നിന്നെ ബാധിക്കുന്നതോടുകൂടി നിന്ദിത എന്നുള്ള മഹാവ്യാധി നിൻ്റെ കൂടെ ഉണ്ടാവും അർത്ഥം. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതുണ്ടാവും, നിന്ദിതനും. അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ആരെയും ആഗ്രഹിക്കില്ല. ഔലിയാക്കൾ ആരെങ്കിലും മഹാന്മാരത്ത് എൻ്റെ കാര്യം എൻ്റെ മോളെ കെട്ടിക്കാണ്ട് എൻ്റെ മോനെ ജോലിയാണ് ഏതെങ്കിലും സൂഫി ഒരാളെ സമീപിക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു മഹാനാ നിസാമുദ്ദീൻ ഔലിയായുടെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പേര് അറിയിക്കണമെന്ന് അറിയില്ല. ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികൾ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കണ്ടുവന്നിക്കാണ്. അതന്നെ അദ്ദേഹം താല്പര്യം കൊടുത്തിട്ടില്ല എന്നുള്ള. ഒരു ഭരണാധികാരിലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്തിട്ടില്ല? സോപ്പിടാനോ കാര്യം നിലനിൽപ്പിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല. ഒരു വലിയൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭരണാധികാരി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പർണശാലയ്ക്ക് 2 വാതിലാണ് ഉള്ളത്, നിങ്ങൾ മുന്നിൽ കൂടെ വന്നാൽ ഞാൻ ബാക്കിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഈ നേരെ മറിച്ച് ഒരു രാജാധി, ഒരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നെ കാണാൻ വരികയാണെന്ന് എന്തേക്കരം ഓരോരുത്തർക്ക് എന്തായിരിക്കും സന്തോഷം? ഇവർക്ക് എന്ത് സന്തോഷമുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. അതൊന്നും അള്ളാഹുവിനെ അടുപ്പിൽ ശ്രമിച്ചാൽ അതിനൊന്നും വാല്യൂ ഇല്ല. അപ്പോൾ കാര്യസാധീകരണത്തിന് അവർ മഹാന്മാർ കാണുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് വിഷയം ജീവിതത്തിലുണ്ടാകട്ടെ അവർ ആദ്യമായി ആ വിഷയത്തിൽ കാണുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. എത്രത്തോളം അള്ളാഹുവിലേക്ക് നമ്മളെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു അത്രത്തോളം നമ്മളെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റിസ്ക് ഒഴുകുന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖുൽ അബ്ദ അലാ ഖദ്രി ഹിമ്മത്തി എന്നാണ്. അള്ളാഹു തആല അടിമക്ക് റിസ്ക്കിനെ ഒഴുക്കി കൊടുക്കും അയാളുടെ മനസ്സിൻ്റെ പവറിനനുസരിച്ച്. അയാൾ എത്രത്തോളം അള്ളാഹിനെ പിടിച്ചിട്ടുണ്ടോ അത്രത്തോളം റബ്ബാണ്ട് കൊടുക്കുന്നുള്ളൂ. ഒരു ആവറേജ് ഉറപ്പ് അള്ളാഹിനുണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് കിട്ടുള്ളൂ. തീരെ ഉറപ്പില്ലെങ്കിലോ തീരെ അള്ളാഹിൻ്റെ നിന്നുണ്ടാവില്ല. സൃഷ്ടികളിലേക്ക് ഇങ്ങനെ അല്ലേ, സൃഷ്ടികളിലേക്കാണ് മാത്രം നമ്മൾ പോകുന്നെങ്കിലോ സൃഷ്ടികളെ പിന്നീട് നടത്തി നമ്മളാണ് ടയേർഡാക്കും അള്ളാഹു തആല. എന്നാൽ വല്ല കാര്യം നാശം നടക്കുമോ? ഇല്ല. സൃഷ്ടികളെ പിന്നിൽ ഓടി അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ഓടിക്കുഴങ്ങും നമ്മൾ. എന്നാൽ നമ്മളെ കാര്യം വല്ലതും നടക്കുമോ? വേണ്ടത്ര നടക്കൂല. സംതൃപ്തി ഉണ്ടാവില്ല, റാഹത്ത് ഉണ്ടാവില്ല, നിന്യത ബാക്കിയാവും. എത്രത്തോളം അള്ളാഹുവിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നോ
അത്രത്തോളം ആ കാര്യത്തിൽ നിന്നുണ്ടാവും നമുക്കെന്തുണ്ടാവും അള്ളാഹുവിനുള്ള ആത്മീയ സഹായം നമുക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഒരാൾ കേന്ദ്രീകരിച്ചാൽ അള്ളാഹു അല്ലാത്തതിൽ നിന്നൊക്കെ അയാൾ എന്താണ്? സ്വതന്ത്രനാണ്. അപ്പോൾ അയാൾ ഇസ്സത്തുള്ളവനാണ്. എനിക്ക് എന്നെ ആരും സഹായിക്കേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ റബ്ബുണ്ട്. എന്ത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും എൻ്റെ റബ്ബുണ്ട് എന്ന് പറയുമ്പോൾ സൃഷ്ടികളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്താ വേണ്ട വെച്ചാൽ അവർ കൊണ്ടു തരും. മനസ്സിലായില്ലേ? അല്ല, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, എൻ്റെ കുടുംബങ്ങളുണ്ട്, എൻ്റെ മക്കൾ ഗൾഫിലാണ്, അത്യാവശ്യം നല്ല സമ്പത്തുണ്ട് പറഞ്ഞാലോ ലാസ്റ്റ് എനിക്ക് ആവശ്യമാകുമ്പോൾ അതൊന്നും ചിലപ്പോൾ എനിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അള്ളാഹുവിലേക്ക് പോവാം. മറ്റതൊക്കെ തമിഴാണ്. ഇനി മക്കളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ തന്നെ എന്താണ്, അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ നിന്ദത വരും. മക്കളോട് ചോദിക്കാൻ മടിയുള്ള വാപ്പാരില്ലേ? ഇല്ലേ? അപ്പോൾ അള്ളാഹുവിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമ നിനക്ക് ഇബ്രാഹിം ആകാൻ കഴിയണമെന്നാണ്, ഇബ്രാഹിമി ആകണമെന്നാണ്. നമ്മളെ മില്ലത്ത് ഇബ്രാഹിം മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം സൂറത്തുൽ ഹജ്ജിൽ 87-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നിങ്ങൾക്കുള്ളത്. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിമിയ മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഖം വെട്ട, താടി മുറിക്കുക, മീശ വെട്ട, ഗുഹ്യത്തിലെ രോമം കളയുക, അത് മാത്രമൊന്നല്ല. ഇബ്രാഹിം മില്ലത്തിൻ്റെ മെയിൻ മില്ലത്തിൻ്റെ അടയാളം എന്താ? അള്ളാഹു അല്ലാത്ത വേറെ ആളെ ആശ്രയിക്കൽ നിന്ന് എന്ത് ചെയ്യുക? മാറി നിൽക്കുക എന്നുള്ളതാണ്. അതൊരു ഇബ്രാഹിം മില്ലത്താണ്. ആ മില്ലത്താരും പറയില്ല. ഇബ്രാഹിം മില്ലത്ത് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, സഫാ മർവൻ്റെ ഇടയിൽ നടക്കുക, അത് മാത്രമേ ഇബ്രാഹിം മില്ലത്തിന് ചോദിച്ചാൽ കിട്ടണുള്ളൂ. നഖം മുറിക്കുക, താടി വെട്ടുക, അതല്ല. ഇബ്രാഹിം മില്ലത്തിൽ മെയിൻ മില്ലത്ത് എന്താണ്? ഇബ്രാഹിം മില്ലത്തിൻ്റെ മെയിൻ മില്ലത്ത് എന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ ആളെ ആശ്രയിക്കൂല എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ലാ ഒഹിബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അള്ളാഹു അല്ലാത്ത എല്ലാം അസ്തമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസ്തമിക്കാൻ സാധ്യതയുള്ളതാണ്. ഇബ്രാഹിമിൻ്റെ ആദ്യത്തെ തിയറി എന്താ? അസ്തമിക്കുന്ന ഒന്നിനോട് എനിക്കെന്തില്ല, ഇഷ്ടമില്ല എന്നാണ്. അസ്തമിക്കുന്ന ഒന്നിനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടം ആരാണ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? അള്ളാഹോ. ബാക്കി എല്ലാം അസ്തമിക്കും. ഞാനൊരു വ്യക്തിയെ കണ്ട് അയാൾ എൻ്റെ പരിഹാരമായി പിന്നെ എൻ്റെ എല്ലാത്തിനും സ്രോതസ്സായും കാണുന്നുണ്ട്. അങ്ങനെ അയാളുണ്ടെന്ന് എനിക്കൊരു ധൈര്യമുണ്ട്. അയാൾ അസ്തമിച്ചാൽ എൻ്റെ ധൈര്യം എന്താവും? അപ്പോൾ നിനക്ക് താങ്ങും തണലായിട്ട് നീ ആരെ കാണുക? അസ്തമിക്കാത്തവനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം മില്ലത്തിൻ്റെ സംഗതിയാണ് റിഫഅത്തുൽ ഹിമ്മത്തി അനിൽ ഖൽഖി, സൃഷ്ടികളെ തൊട്ട് മനസ്സിനെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം മില്ലത്ത് എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പീരങ്കിയിൽ വെച്ച് അല്ലേ, ആ തെറ്റ് വില്ലിൽ വെച്ച്, അതിനെന്താ പറയുക? മറ്റേ സാധനമല്ലേ, അതിലിട്ടിട്ടല്ല തീയിലേക്ക് എറിഞ്ഞത്. പീരങ്കി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം നേരെ ഇബ്രാഹിം നബി സ്വലാമിൻ്റെ സമീപത്തേക്ക് വന്നു. അലക്ക ഹാജത്തുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരാ ചോദിക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചു. ഇബ്രാഹിം സ്വലാം പറഞ്ഞെന്താ? അമാ ഇലൈക ഫല, നിങ്ങളാണ് സഹായിക്കുന്നതെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. ആരാടാ പറയണത്? നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യമില്ല. ആരോട് പറയണത്? ജിബ്രീൽ അലൈഹി സ്വലാം പറയണത്. നിങ്ങളിലേക്ക് നമുക്കെന്തില്ല, ഒരാവശ്യവുമില്ല. അമ്മ ഇല്ലല്ലാ ബല, അള്ളാഹുവാണ് എന്നോട് ആവശ്യം ചോദിക്കണമെങ്കിൽ എനിക്കെന്തുണ്ട്? ആവശ്യമുണ്ട്. നിങ്ങളാണ് എൻ്റെ കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ സ്വയം എന്തെങ്കിലും ആവശ്യമാണെന്ന് ചോദിക്കാൻ എനിക്ക് ആവശ്യമില്ല. പടച്ചോനാണോ എൻ്റെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ചോദിക്കണമെങ്കിലോ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ദ്വാരക്കുകയെന്ന് പറഞ്ഞു. ഇത് തീക്കണി എറിയാൻ പോവുകയാണ്. അപ്പോഴാണ് ഇത് പറഞ്ഞത്. മാഞ്ഞാളൊക്കെ ഇത് ഭ്രാന്തുള്ളതല്ലല്ലോ, ഇത് തമാശക്കളിയാണോ? തീയിലേക്ക് കത്തി നിൽക്കുന്ന തീയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ദ്വാരക്കുന്നത്. ഹസ്ബി മീൻസ് വാലി ഇൽമു ബിഹാലി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബീരങ്കിൻ്റെ ഉള്ളിലാണെന്നോ തീക്കാണ് പോകണമെന്നോ എൻ്റെ റബ്ബിനെ അറിയില്ല, പിന്നെ എന്തിനാ ദ്വാരക്കണേ എന്നാണ് അവർ ചോദിച്ച്. ഇബ്രാഹിം ചോദിച്ചു. ഇതിപ്പോൾ അവനോട് ദ്വാരന്നിട്ട് ആവശ്യമുണ്ടോ? ഇതിപ്പോൾ അവൻ കാണില്ലേ, നമ്മൾ എവിടെ നിൽക്കണത്, എടുക്കാൻ പോകണമെന്നൊക്കെ അവൻ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ദ്വാരക്കണേ? അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സ്. ഇബ്രാഹിം സ്വലാം മനസ്സ് ആരുമായി മാത്രമാണ്? അള്ളാഹുമായി മാത്രമാണ്. ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. അപ്പോൾ സർവശക്തനായ എന്ന് വിചാരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിനെ സഹായത്തെ നിസ്സാരപ്പെടുത്തല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ വഴി തന്നെയാണ്. പക്ഷെ അവർ അതിനേക്കാളും തവക്കലിലേക്ക് പോയതുകൊണ്ടാണ്.
നമുക്ക് ഇബ്രാഹിം ഇസ്ലാമെ ഉപയോഗപ്പെടുത്തണം, പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണ്, അള്ളാഹുവിൽ നിന്നുള്ള സംഗതിയാണ്, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നുള്ള ഇസ്സത്താണത്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ അതിനേക്കാൾ സമ്പുഷ്ടം അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലേക്ക് മനസ്സ് പോകാത്ത അവസ്ഥയിൽ അള്ളാഹുവിൽ ഫാനാഹ് അറിയും, അള്ളാഹുവിൽ ലയിച്ച അവസ്ഥയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാം എത്തി. അപ്പോൾ ഈ അള്ളാഹുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇബ്രാഹിം മില്ലത്ത്. ആ മില്ലത്താണ് നമ്മുടെ മില്ലത്ത്. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും നഖം മുറിക്കലും താടി ചെറുതാക്കലും മീശ വെട്ടലും കുയ്യത്തിലെ രോപം കളയലും സഫാമറയിൽ ഓടലും ഹജ്ജും മാത്രമെന്ന് വിചാരിക്കരുത്. ഇബ്രാഹിം മില്ലത്ത് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം മില്ലത്തിൻ്റെ മെയിൻ മില്ലത്ത് എന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ നിലയ്ക്ക് എന്ത് ചെയ്യില്ല, ഞാൻ ആഗ്രഹിക്കൂല എന്ന ഫൈനഹു അദുവുല്ലി ഇല്ലാ റബ്ബുൽ ആലമീൻ എന്ന. അള്ളാഹു അല്ലാത്ത വേറെ എന്തൊക്കെ നമ്മളെ അള്ളാഹുവിൻ്റെ ഏർപ്പാടിനെ തൊട്ട് തിരിച്ചു കളയുന്നു അതൊക്കെ എൻ്റെ ശത്രുക്കളാണെന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രഖ്യാപനം. അതാണ് ഇബ്രാഹിം മില്ലത്ത്. എൻ്റെ റബ്ബിൻ്റെ ശ്രദ്ധയെ ദിക്റിനെ തിരിപ്പിച്ച് കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എൻ്റെ ശത്രുവാണെന്നാണ്. അതാണ് ഇബ്രാഹിം മില്ലത്ത്. നിനക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ എവിടെ നഷ്ടപ്പെടുത്തുന്നോ, അത് നിൻ്റെ ജോലിയാണെങ്കിൽ, നിൻ്റെ കുടുംബമാണെങ്കിൽ, നിൻ്റെ സമ്പത്താണെങ്കിൽ, നിൻ്റെ സ്ഥാനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിൻ്റെ ശത്രുവാണ്. അപ്പം നിനക്ക് അള്ളാഹു തആല തന്ന എല്ലാം അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഉപയോഗപ്പെടുത്താനാണെങ്കിൽ അതൊക്കെ നിൻ്റെ മിത്രങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനെ തൊട്ട് നിനക്ക് അശ്രദ്ധ വരുത്തുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന്. അതാണ് ഇബ്രാഹിം മില്ലത്ത്. രണ്ട് സംഗതിയാണ് ഇബ്രാഹിം മില്ലത്ത്. ഒന്ന്, അള്ളാഹുവിലേക്ക് മാത്രം ആശ്രയിക്കുക എന്നുള്ളതും, രണ്ട്, അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് തിരിച്ചു വരുന്ന എല്ലാം എൻ്റെ ശത്രുക്കളാണെന്നുള്ള പ്രഖ്യാപനവും. ഈ ഒരു നിലപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് ഏറ്റവും വലിയ ഇസ്സത്തായി കാണാൻ കഴിയും. അപ്പം നമുക്ക് നമ്മളെ കാര്യത്തിൽ നമ്മളെ സർവശക്തനെ മഹാൻ അബുൽ ഹസൻ ഷാദിലിൻ്റെ വർത്താനുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉണ്ടോ? നിങ്ങളിങ്ങനെ മരവിച്ച് ഇരിക്കുന്നുണ്ടല്ലേ? മാന അബുൽ ഹസൻ ഷാദിലിൻ്റെ വർത്താനുണ്ട്. എന്താ അറിയോ? എനിക്ക് ഞാൻ ഉപകാരം ചെയ്യാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല. എന്താ പറയുക, എൻ്റെ കാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആർക്കാണ് ഉണ്ടാവല്? എനിക്കല്ലേ. എൻ്റെ കാര്യം ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഞാൻ എഫേർട്ട് എടുക്കുകയും ചെയ്യും. ആ വിഷയത്തിനെ പരിപൂർണമായി ചെയ്യാൻ എനിക്ക് എൻ്റെ തന്നെ പരിപൂർണമായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കഴിയണില്ല. ഞാൻ നിരാശ. എൻ്റെ കാര്യങ്ങൾ പരിപൂർണമായി എനിക്ക് ചെയ്യാൻ ഞാൻ നിരാശനാണ്. എനിക്ക് എൻ്റെ അടുത്തുള്ള എല്ലാ ആരോഗ്യവും സമ്പത്തും വെച്ച് എൻ്റെ കാര്യം പരിപൂർണമായി ചെയ്യാൻ ഞാൻ നിരാശനാണ്. പിന്നെ എങ്ങനെ വേറെ ആൾ എൻ്റെ കാര്യം ചെയ്തു തരാമെന്ന്? അതിനേക്കാൾ പ്രതീക്ഷ കുറവല്ല വേറെ ആൾ കാര്യത്തിൽ. പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിന് എന്തും എൻ്റെ റബ്ബുണ്ട് എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ വേറെ ആൾക്കും ഞാനത് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? അള്ളാഹുവിലേക്ക് നമ്മളെ മനസ്സിനെ പൂർണ്ണമായും ആശ്രയിക്കുകയും അള്ളാഹു അല്ലാത്തവരുടെ കരങ്ങളിൽ നിന്ന് നമ്മളെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെന്താണ് ആഗ്രഹിക്കലാണ് ഏത് ഇസ്സത്ത്, അല്ലാത്ത എന്താണ് നിന്ദ്യതയാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലേ ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത് എന്താണ്? സൃഷ്ടികളെ നിൻ്റെ മനസ്സിൽ നിന്ന് നീ ഒഴിവാക്കുക. എന്നിട്ടെന്ത് ചെയ്യുക? നിൻ്റെ റബ്ബിലേക്ക് അള്ളാഹു. ഇനി വേറെ സംഗതിയുണ്ട്. ഒന്നും കൂടി സൃഷ്ടികളെ മനസ്സിൽ ഒഴിവാക്കി അള്ളാഹു നിനക്ക് തരുന്നതിലുള്ള നിരാശയെ നീ ഒഴിവാക്കണം. അള്ളാഹു തരുന്നതിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നീ പൂർണ്ണമായി ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് എൻ്റെ റബ്ബ് എന്ത് ചെയ്യണില്ല, എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും ഒക്കെ അള്ളാഹിനെ മാത്രമാണ് ആഗ്രഹിച്ചത്, എന്നിട്ടും അള്ളാഹു തന്നെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ കാര്യം പൂർണ്ണമായി തന്നിട്ടില്ല എന്ന നിരാശയും വരാൻ എനിക്ക് പാടില്ല. നീ അള്ളാഹുവിനെ പൂർണ്ണമായി ആഗ്രഹിച്ച് എന്നിട്ട് അള്ളാഹു തന്നെ എന്ത് ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹു തലേക്ക് തരൂല എന്നല്ല. ആ നിരാശ ഉണ്ടെങ്കിൽ നീ പൂർണ്ണമായി ആഗ്രഹിച്ചിട്ടില്ല, അള്ളാഹുവിനെ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാർ വക്ത യേസകമീൻ റബ്ബിക്ക, അള്ളാഹുവിൻ്റെ നിരാശയും നീ എന്ത് ചെയ്യണം, നീ ഒഴിവാക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അപ്പോഴാണ് ശരിക്കും അള്ളാഹിൻ്റെ അടിമക്ക് എന്തുണ്ടാകുക, ഫഹ്മ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്ന. ഫഹ്മ് പറഞ്ഞാൽ എന്താണ്? ഫഹ്മ് പറഞ്ഞാൽ യഥാർത്ഥ ബുദ്ധി എന്നുള്ളതാണ്. യഥാർത്ഥ ബുദ്ധിമാന്മാർ പറയുന്നത് നോക്കൂ, യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? വലാത്ത ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ലൈസ യദുല്ലു അലാ ഫഹ്മിൽ അബ്ദി, അടിമയുടെ യഥാർത്ഥ പരിപൂർണ്ണ നിപുണനാണ്, ബുദ്ധിമാനാണ് എന്ന് അറിയിക്കുന്നത് കസറത്ത് ഇൽമിഹി, അയാൾ വലിയ ആലിമാണ് എന്നുള്ളതല്ല. അയാൾ ഭയങ്കര ആലിമാണ്, അയാൾക്ക് ഒരുപാട് ഹാഫിളാണ്, അയാൾക്ക് ഹദീസുകളൊക്കെ മനപ്പാടാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അയാൾ ഫാഹിമാണെന്ന് വിചാരിക്കണം. ഫാഹിമാണ് അള്ളാഹുവിൻ്റെ ബുദ്ധിമാനായ അടിമ. ഫഹ്മുണ്ടാകുക എന്നുള്ളതാണ്.
ഫഹ്മ് ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഹ്മ് പറഞ്ഞാൽ ബുദ്ധികൂർമ്മതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ബുദ്ധികൂർമ്മന അടിമ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ആലിമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. വലാ മുദാവമത്തു വലാ വെറുതി, അയാൾ ഫുൾ ടൈം ദാക്കിറാണ് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബുദ്ധിയുള്ള അടിമ എന്ന് വിചാരിക്കേണ്ട. യദുല്ലു ഇന്നമ യദുല്ലു അലാ നൂറിഹി വ ഫഹമി അയനാഹു ബി റബ്ബിഹി, അയാൾ ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് അറിയിക്കുന്നത്, അയാളുടെ ആത്മീയമായ അയാൾ പ്രകാശം കയറിയവനാണെന്ന് അറിയിക്കുന്നത് അയാൾ അള്ളാഹുവിനെ കൊണ്ട് സമ്പന്നനാവുമ്പോൾ മാത്രമാണ്. എനിക്ക് കുറേ ഇൽമുണ്ടായിട്ട് എന്താ, എൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കുറേ നാട്ടുകാരാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ആലിമല്ല. ആലിമാണ്, ഇൽമുണ്ട്, പക്ഷെ എനിക്ക് ഫഹമില്ല, ബുദ്ധിയില്ല. നേരെ വെച്ച് എനിക്ക് നല്ല എന്തുണ്ട്, ഇൽമും കാര്യമൊക്കെ കുറവാണ്, പക്ഷെ വിഷയം വന്നാൽ എനിക്ക് എൻ്റെ റബ്ബന്നെ ഉള്ളൂ എന്നുള്ള 100% ബോധ്യമുണ്ട്. ഞാൻ ആരാണ്? നല്ല ബുദ്ധിമാനാണ്, ഫഹമുള്ളവനാണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കുക. അപ്പോൾ അയാൾ അള്ളാഹുവിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുകയും സൃഷ്ടികളിൽ നിന്ന് എന്ത് ചെയ്യും, ആ പ്രതീക്ഷയുടെ പൂതിയുടെ ആഗ്രഹത്തിൻ്റെ അടിമത്തത്തിൽ അയാൾ മോചനം നൽകുകയും ചെയ്യും. അതോടെ എന്ത് ചെയ്യും അയാൾ, അപ്പോഴാണ് അയാളുടെ അമലുകൾ ശരിക്കും ക്ലാരിറ്റിയിൽ വരാമെന്നുള്ളത്. അപ്പോൾ അയാൾ ചെയ്യുന്ന ലായിലായാലും അല്ലെ കുറേ ദിക്ർ ചെയ്യുന്നുണ്ട്, പ്രശ്നം വന്നാൽ അയാൾക്ക് ഇതൊന്നുമില്ല. ആൾ ഫുൾ ടൈം താക്കിറാണ്, പക്ഷേ അയാൾക്ക് ദസ്മിവാല കൈ കിടന്ന് ഇങ്ങനെ മറിയണുണ്ടാവുള്ളൂ. പ്രശ്നം വന്ന അയാൾ നാട്ടുകാരും പരിസരവാസികളും അയാൾക്ക് എല്ലാം ആരുമാണോ, അള്ളാഹു അല്ലാത്തവരുമാണോ അയാളെ കാര്യം നടക്കണമെങ്കിൽ അയാളെ ദസ്മിവാല അങ്ങനെ മറിയുന്നതിന് കൂലി കിട്ടും എന്നല്ലാതെ അയാൾക്കുള്ളിൽ ബോധം കയറിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ അമലുകൾ അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇന്ന ജാൽനാമ അലല്ലർദ് സീനത്തലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ഭൂമിയെ ഞാൻ അലങ്കരിപ്പിച്ച്, നമുക്ക് നിർത്തണം, ഭൂമിയെ ഞാൻ അലങ്കരിപ്പിച്ചത്, മനോഹരമാക്കിയത് നിങ്ങൾ എങ്ങനെ അള്ളാഹുവിന് പണിയെടുക്കുന്നത്, നന്നായി പണിയെടുക്കുന്നവരാന്ന് അറിയാൻ വേണ്ട. പണിയെടുക്കുന്നവരാരാന്ന് അറിയില്ല, പണി കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട്, പക്ഷെ പണി നന്നായി പണിയെടുക്കുന്നവരാരാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, പണിയെടുക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ടില്ല. പണിയെടുക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പണി നന്നായി എടുക്കണം. അയ്യക്കും അമല എന്നല്ല, അയ്യക്കും അഹ്സനു അമല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അഹ്സനുൽ അഅമാൽ മാന്മാർ പറയുന്നുണ്ട്. ഹസനുൽ അഅമാൽ എന്ന് പറഞ്ഞാൽ ഇന്നമാ ഉൽ ഫഹ്മു അനില്ല, അള്ളാഹിനെ കുറിച്ചുള്ള എന്താണ് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഫഹമുണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അൽ എഴുത്തിനാവും ഇല്ല, അള്ളാഹിനെ കൊണ്ട് അയാൾ സമ്പന്നനായിരിക്കും. വൽ ഇക്തിഫാഉ ബിഹി, എൻ്റെ കാര്യം അള്ളാഹു തആല അറിയുന്നുണ്ട് എന്നുള്ള സന്തോഷം ഉണ്ടാവും. വൽ ഇഅ്തിമാദു അലൈഹി, അതുകൊണ്ട് എനിക്ക് റബ്ബ് മാത്രം മതി എന്നുള്ളതുണ്ടാവും. വ റഫുൽ ഹവായിജ് ഇലൈഹി, അതുകൊണ്ട് എൻ്റെ കാര്യം മുഴുവൻ എൻ്റെ റബ്ബിലേക്ക് ഞാൻ പറയുന്നു എന്നുണ്ടാവും. വദ്ദവാമു ബൈന യദൈഹി, ഫുൾ ടൈം അള്ളാഹുവിൻ്റെ ദിക്റിൽ അയാളായിട്ടുണ്ടാവും. കുല്ലു ദാലിക മിൻ സമറത്തിൽ ഫഹമി അനില്ല, ഇതൊക്കെയാണ് ഫഹ്മ് എന്ന സംഗതി ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടാവുന്ന അടയാളങ്ങൾ. അള്ളാഹു തആല സഹായിക്കട്ടെ. ഒരിക്കൽ മഹാനായ റളിയല്ലാഹു ബസ്രയിലെ പള്ളികൾ പോയപ്പോൾ കുറേ ആളുകൾ പലരും പല പള്ളിയിലെ പല മൂലകളിൽ നിന്നിട്ടും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ചരിത്രം പറയുന്നു, ചില ആളുകൾ വേറെ വിഷയം പഠിപ്പിച്ചു, കുറേ ആൾക്കാർ പലർക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അപ്പോൾ കുറച്ച് ചോദ്യം ചോദിച്ചു, ഇതിന് മറുപടി പറഞ്ഞവർ ഇവിടെ ഇരുന്ന് പണിയെടുത്താൽ മതി, ഇവിടെ നിന്ന് പഠിപ്പിച്ചാൽ മതി എന്നാണ് ആര് പറഞ്ഞത്? റളിയല്ലാഹു പറഞ്ഞത്. അപ്പോൾ ഹസൻ റളിയല്ലാഹു ചോദിച്ചു, മറ്റവരോടൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും വലിയ മറുപടി ഒന്നുമില്ല. ഹസൻ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ മഹാൻ ഹസനുൽ ബസ്രി നമുക്കറിയാം, 360ഓളം സഹാബികളെ കൂടെ ജീവിച്ചയാളാണ്, 80ഓളം ബദരികളെ കൂടെ ജീവിച്ചിട്ടുണ്ട്. സഹാബികൾ പോലും നല്ല ആലിമായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ സംരക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയുടെ സഹായിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ മകനാണ് ആര്? ഹസൻ ബസ്രി. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ഭാര്യമാരിൽ ചിലർ ആർക്കും മുല കൊടുത്തിട്ടുണ്ട്, ഹസൻ ബസ്രി കൊടുത്തിട്ട് അവർ തോരുന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകൾ ദുആ കിട്ടിയ മഹാനാണ് ഹസൻ ബസ്രി. നമുക്കറിയാം ചില സഹാബികളൊക്കെ മസല ചോദിച്ചാൽ തന്നെ നിങ്ങൾ മൗലാന ഹസൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളെ മൗല ആരും, ഞങ്ങളെ നേതാവുണ്ട്, ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾക്കൊക്കെ നേതാവായി നിൽക്കുന്ന ആളുണ്ട്, ഹസനോട് പോയി ചോദിച്ചോളി എന്ന് പറയും. ആര്? സഹാബികൾ മസല ചോദിച്ചാൽ ആരാണ് പറഞ്ഞിരുന്നത്? മൗലാന ഹസനോട് ചോദിച്ചോളി എന്ന് പറയും. ആര്? സഹാബികളെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അനസ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും നോക്കട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിലാണ്. അപ്പം ദീനിൻ്റെ അലി റളിയല്ലാഹു അൻഹു ഹസനെ വിളിച്ച് ചോദിച്ചു, എന്താണ് ദീനിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് ചോദിച്ചു. ദീൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ ബേസിക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു അൽ വറവ്, ജീവിതത്തിലെ സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയുണ്ടെങ്കിൽ ആൾക്ക് എന്തുണ്ടാവും? നല്ല ക്വാളിറ്റിയിലാണ് ദീന് നിലനിർത്താൻ കഴിയും. രണ്ടാമത് ചോദിച്ചു, ഒമാ ഫസാദ് ദീൻ, ദീൻ എപ്പോഴാണ് ഒരാളുടെ ദീൻ എപ്പോഴാണ് ഫസാദാകൽ, ഒരാളുടെ ദീൻ എപ്പോഴാണ് നാശമാകൽ എന്ന് ചോദിച്ചപ്പോൾ അത്വമഴ എന്നാണ്. അയാൾ അള്ളാഹു അല്ലാത്ത അള്ളാഹു അല്ലാത്തവരുടെ കൈകളിലുള്ളതിനെ ആഗ്രഹിക്കുന്നതോടുകൂടി അയാളുടെ ദീൻ എന്തായി?
ഫസാദായി. അയാൾ പലർക്കും അയാളെ ദീനെന്തിൻ്റെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, പല നിലപാടുകൾ അയാൾ മാറ്റി തിരുത്തൽ വരേണ്ടി വരും. കാരണം എന്താണ്, ചില മസലകൾ പറയുമ്പോൾ ആചാര്യക്ക് പറ്റൂല, അല്ലെങ്കിൽ ചില മസലകൾ പറയുമ്പോൾ എന്താവും നമ്മുടെ കുടുംബങ്ങൾ തെറ്റിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില മസലത്ത് പറഞ്ഞോട് എന്ത് ചെയ്യും, തമ്മിൽ എന്ത് ചെയ്യും, പിന്നെ ആ ബന്ധം കാലാകാലം നിന്ന് ഇതൊക്കെ അയാൾ അള്ളാഹ്ക്ക് വേണ്ടി പറയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. പക്ഷേ കുടുംബങ്ങൾക്കും നാട്ടുകാർക്ക് വേണ്ടി പറയുമെങ്കിലോ അതിങ്ങനെ ബാലൻസ് ചെയ്തു പോകും. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇങ്ങനെ മനസ്സിലുള്ള ത്വമാണ് എന്ത് ഒരു മനുഷ്യൻ്റെ ദീൻ പസാദാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അലിയല്ലാഹു പറഞ്ഞു, നീ ഇവിടെ ഇരിക്കാസന, നിന്നെപ്പോലുള്ള ആൾക്കാരാണ് ആൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാന അബൂബക്കർ വറാഖ് എന്ന് പറയും, മാന ഇമാം ഗസാലി ഇമാമിൻ്റെ ഷെയ്ഖാണ്. അവർ പറഞ്ഞ് കാണാം, പിന്നെ ലൗ കീലി തൊമഴി, തൊമഴി എന്ന് പറഞ്ഞ സംഗതിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, തൊമ്മ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് ജീവൻ ഉണ്ടെങ്കിൽ അതിനൊരാൾ ചോദിച്ചാൽ മൻ അബൂക്ക, നിൻ്റെ വാപ്പാരാണെന്ന് തൊമ്മനെ ചോദിച്ചാൽ തൊമ്മ പറയുന്നതാണ് അശ്ശഖു ഫിൽ മഖ്ദൂർ, അള്ളാഹുവിൻ്റെ ഖദറിൽ സംശയം ഉണ്ടാക്കുന്നവനാണ് എൻ്റെ പിതാവ് എന്ന്. അപ്പം മൊത്തത്തിൽ അള്ളാഹുവിനൊക്കെ കേൾക്കുന്നുണ്ടാവും, സംശയമാണ്, യക്കീനില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ 100% എൻ്റെ സംഭവിക്കുള്ളൂ എന്ന വിഷയത്തിൽ ബോധമില്ലാത്തതാണ് ത്വമ ഉണ്ടാകാനുള്ള ഏത് കാരണം.